ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഭഗവാനും അർജുനനും തമ്മിൽ രണ്ടു സൈന്യത്തിൻ്റെയും നടുവിൽ വച്ച് ഉള്ള സംവാദമാണ്. ഇരുഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കെ മഹായോദ്ധാവായ അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും രണ്ട് സൈന്യങ്ങളിലുമായി യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലികഴിക്കുവാനും സന്നദ്ധരായി നിൽക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കാണുന്ന അർജുനനിൽ ദുഃഖത്തിനും അനുകമ്പയ്ക്കും കാരണമാവുകയാണ്. അർജുനൻ അധീരനാവുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറുകയും യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അർജുനൻ ശിഷ്യനെന്ന നിലയിൽ കൃഷ്ണനെ അഭയം പ്രാപിക്കുകയാണ്. കൃഷ്ണൻ നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായ ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം വിവരിച്ചുകൊണ്ട് തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നു. പുനർജന്മമെന്ന പ്രക്രിയയെ, ഭഗവത് പ്രീതിക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിൻ്റെ സ്വഭാവവും ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളിൻ്റെ സവിശേഷതകളും ഭഗവാൻ വിവരിച്ചു കൊടുക്കുകയാണ് അർജുനന്. ഭഗവാൻ ആദ്യമായി ഭഗവത്ഗീത ഉപദേശിക്കുന്നത് അർജുനന് അല്ല. ഈ യോഗ പദ്ധതി ആദ്യം സൂര്യദേവനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. സൂര്യദേവൻ അത് മനുവിന് വിവരിച്ചു കൊടുക്കുന്നതായും മനു ഇക്ഷാകുവിന് പറഞ്ഞു കൊടുക്കുന്നതായും അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന ക്രമത്തിൽ കൈമാറ്റം ചെയ്തതായും അർജുനനെ ഭഗവാൻ അറിയിക്കുന്നുണ്ട്. എന്നാൽ കാലക്രമത്തിൽ അത് നഷ്ടമായി പോയതുകൊണ്ട് ഭഗവാന് വീണ്ടും അർജുനനെ ഉപദേശിക്കേണ്ടി വരുന്നു. ഭഗവാൻ അർജുനനെ പുതിയ പരമ്പരയിലെ ആദ്യ ഉപദിഷ്ടനാക്കുന്നത് പഴയ പരമ്പര അറ്റുപോയതുകൊണ്ടാണ്. സൂര്യദേവനിൽ നിന്നും മറ്റുള്ളവരിലേക്ക് മുമ്പ് പ്രസരിച്ചതുപോലെ അതേ ചിന്താപദ്ധതിയിൽ ഒരു പുതുപരമ്പര ഉണ്ടാക്കുക എന്നതാണ് ഭഗവാന്റെ ആഗ്രഹം. തൻ്റെ ഉപദേശങ്ങൾ വീണ്ടും അർജുനനിലൂടെ പ്രസരിക്കണമെന്നും ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവത്ഗീത ഗ്രഹിക്കത്തക്ക വിധം അർജുനൻ പ്രാപ്തനായിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അർജുനൻ ഭഗവാന്റെ ഭക്തനും ശിഷ്യനും ഉറ്റമിത്രവും ആയതുകൊണ്ടാണ് ഭഗവത്ഗീത അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരാൾക്കാണ് ഭഗവത്ഗീത നന്നായി ഗ്രഹിക്കുവാൻ കഴിയുക എന്ന് സാരം. അതുകൊണ്ട് ഭക്തിഭാവത്തോടെയാണ് ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത്. പഠിതാവ് താൻ ഒരിക്കലും കൃഷ്ണന് തുല്യനാണ് എന്നും അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ എന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഭഗവാൻ ഏറ്റവും ഉന്നതനാണ്. അർജുനന്റെ പ്രസ്താവനകളെ അനുസരിച്ച് ഒരു ഭഗവത്ഗീത പഠിതാവ് കൃഷ്ണനെ താത്വികമായാണെങ്കിലും ഭഗവാനായി അംഗീകരിച്ചേ മതിയാകൂ. ആ വിധേയ മനോഭാവത്തോടുകൂടി നമുക്ക് ഭഗവത്ഗീത പഠിക്കാം. എന്താണ് ഭഗവത്ഗീത? ഭൗതിക അസ്തിത്വമെന്ന അവിദ്യയിൽ നിന്ന് മാനവ സമുദായത്തെ മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അർജുനന് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായതുപോലുള്ള വിഷമതകൾ നമുക്ക് ഓരോരുത്തർക്കും പല വിധത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അർജുനൻ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു. ഭഗവത്ഗീത അതിനുശേഷമാണ് ഉപദേശിക്കപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മളും ഭഗവത്ഗീത കേൾക്കുന്നതിന് മുൻപ് പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കണം. അവിദ്യയാകുന്ന പുലി നമ്മളെ എല്ലാവരെയും വിഴുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ജീവികളിൽ, പ്രത്യേകിച്ചും മനുഷ്യരിൽ അതീവ കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് തൻ്റെ സുഹൃത്തായ അർജുനനെ ശിഷ്യനാക്കി ഭഗവാൻ ഗീത നമുക്ക് വേണ്ടി ഉപദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപക ആചാര്യനായ കൃഷ്ണ കൃപാമൂർത്തി ശ്രീമദ് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ വിവർത്തനമെഴുതിയ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുള്ള തത്വങ്ങളെ സ്വീകരിക്കുന്ന ഒരാൾക്ക് ജീവിതം പൂർണ്ണമാക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനും കഴിയും. ഭഗവത്ഗീതയുടെ പൊരുൾ തന്നെ ഇതാണ്. ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ശ്രീ ശങ്കരാചാര്യർ തൻ്റെ 7 ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ആ ശ്ലോകങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഗീതാശാസ്ത്രമിദം പുണ്യം
യ പഠേത് പ്രയതപൂമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ട വിധം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും മുക്തരാകുന്നു എന്ന് പറയുകയാണ്. ഗീതാധ്യായനശീലസ്യ പ്രാണയാമാപരസ്യ ച നൈവ സന്ദീഹി പാപാനി പൂർവജന്മകൃതാനി ച. ആത്മാർത്ഥമായി അല്ലെങ്കിൽ ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീതാമൃതസ്നാനം സംസാരമലനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ടതായതുകൊണ്ട് മറ്റൊരു വേദ സാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മാത്രം മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്താൽ അത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവനും വായിക്കുക അവർക്ക് അസാധ്യമാണ്. എന്നാൽ ഇത് ആവശ്യമില്ല. ഒറ്റ ഗ്രന്ഥം കൊണ്ട് തന്നെ, ഭഗവത്ഗീത കൊണ്ട് തന്നെ എല്ലാ വേദ സാഹിത്യത്തിൻ്റെ സർവസ്വവും അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ചും പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ഉപദേശിച്ചതാണത്. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാദിവിനിസൃതം ഗീത ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെക്കുറിച്ച് പിന്നെ എന്തു പറയാനാണ്? മഹാഭാരതത്തിൻ്റെ സാരാമൃതമാണ് ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖപത്മത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. യാതൊരു പക്ഷപാതവുമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. ഓരോ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പശുവിനെ അർജുനൻ എന്ന പശുക്കിടാവിനെ പോലെ നിർത്തിക്കൊണ്ട് കറക്കുകയാണ്. പണ്ഡിതരും പരമഭക്തന്മാരും അമൃത തുല്യദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുകയും ചെയ്യുന്നു. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കാൻ താല്പര്യമുള്ളവരാണ്. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം എന്ന ഒറ്റ ഗ്രന്ഥം മാത്രം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം, അതാണ് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീപുത്ര ഏവ. സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രമുണ്ടായിരിക്കട്ടെ, ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി. ഒരേ ഒരു മന്ത്രം തന്നെ ഉണ്ടായിരിക്കട്ടെ, തന്നാമ സങ്കീർത്തനം. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ.
ഒരൊറ്റ പ്രവൃത്തി മാത്രമുണ്ടായിരിക്കട്ടെ, ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള സേവ. ഇതാണ് ശങ്കരാചാര്യർ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നത്. ഹരേ ഹരേ. ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ ആദ്യ 5 ശ്ലോകങ്ങളാണ്. ആദ്യ അധ്യായം വരുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലുള്ള സൈന്യ നിരീക്ഷണമാണ്. അർജുനൻ തൻ്റെ സാരഥിയായ ഭഗവാനോട് കൂടെ സൈന്യത്തിൻ്റെ നടുവിൽ തേരു നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള ആശയവിനിമയവും അർജുനൻ്റെ വിഷമതകളുമാണ് ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവത്ഗീതയിലെ തന്നെ ആദ്യ ശ്ലോകം ധൃതരാഷ്ട്രർ പറയുന്നതാണ്. തൻ്റെ തേരാളിയായ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ സഞ്ജയനോട് ചോദിക്കാൻ കാരണം, ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പിതാവായ വ്യാസദേവൻ ധൃതരാഷ്ട്രർക്ക് യുദ്ധം കാണുന്നതിനും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും ദിവ്യ ചക്ഷുസ്, തൻ്റെ അകക്കണ്ണുകൊണ്ട് എന്താണോ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ള വസ്തുത മുഴുവനും മനസ്സിലാക്കുന്നതിനു വേണ്ടി ചക്ഷുസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ധൃതരാഷ്ട്രർക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ആ വിഷമസ്ഥിതി നേരിൽ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് തൻ്റെ സന്തത സഹചാരിയായ സഞ്ജയന് ഇടയ്ക്കിടെ കുരുക്ഷേത്ര ഭൂമി സന്ദർശിക്കുന്നതിനും അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹസ്തിനപുരി രാജധാനിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് വിവരിച്ചു കൊടുക്കുവാനും ഉള്ള കഴിവ് കൊടുക്കുകയാണ് വ്യാസദേവൻ. അങ്ങനെയാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിലെ വിവരങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത നമുക്ക് പഠിക്കാം. ആദ്യ ദിവസം 5 ശ്ലോകങ്ങളും അവയുടെ പരിമിതമായ വിവരണങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ പോകുന്നത്. ഓരോ ദിവസവും 5 ശ്ലോകവും അതിൻ്റെ വിവരണവും നമുക്ക് കേൾക്കാം. ശ്ലോകം കാണാതെ പഠിക്കുവാൻ ശ്രമിക്കുക. ആദ്യ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നു, ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, പറയുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ. ധർമ്മഭൂമി എന്ന് പറയാൻ കാരണം, സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു കുരുക്ഷേത്രം. ചരിത്രപരവും വൈദികവുമായി വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു കുരുക്ഷേത്രം. മാത്രമല്ല, കുരുവംശ സ്ഥാപകനായ കുരുമഹാരാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നും ഒരു അവതാരവും നേടിയിരുന്നു. ആരാണോ ഈ പുണ്യഭൂമിയിൽ വച്ച് ജീവത്യാഗം ചെയ്യുന്നത് അവർക്ക് മോക്ഷം ലഭിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ ദൂരത്തുള്ള കുരുക്ഷേത്ര ഭൂമി ഭഗവാൻ യുദ്ധത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പവിത്രത അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ സമവേദായുയുത്സവഃ, സമവേദ ഒന്നിച്ചുകൂടിയവരും, യുയുത്സവ യുദ്ധോത്സുകരുമായ മാമക എൻ്റെ മക്കൾ. അവിടെ പ്രത്യേകം ധൃതരാഷ്ട്ര മഹാരാജാവിന് തൻ്റെ അനുജൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും തൻ്റെ അനുജന്റെ മക്കളെ തൻ്റെ മക്കളെ പോലെ സ്വീകരിക്കേണ്ടതിന് പകരം മാമക എൻ്റെ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് തന്നെ. മാമക പാണ്ഡവാച്ച ഏവ, പാണ്ഡുപുത്രന്മാരും എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്നാണ് പറയുന്നത്. ആ ശത്രുത മനസ്സിൽ നിന്നും പോകുന്നില്ല. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. എന്നിരുന്നിട്ട് കൂടിയും ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മനസ്സിൽ എൻ്റെ മക്കൾ എന്നുള്ള ഭാവമാണ് ഉള്ളത്. മാമക പാണ്ഡവാശ്ചയേവ കിം അകുർവത സഞ്ജയ, കിം അകുർവത എന്താണ് ചെയ്യുന്നത് സഞ്ജയ? ധർമ്മക്ഷേത്ര ഭൂമിയായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ വച്ച് കൂടിയിരിക്കുന്ന എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്യുന്നത് സഞ്ജയ എന്ന് ആദ്യ ശ്ലോകത്തിലൂടെ ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുകയാണ്.
സഞ്ജയൻ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ അതിന് മറുപടി പറയുന്നു. സഞ്ജയ ഉവാചാം ദൃഷ്ട്വാ തോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജ വചനമബ്രവീത്. രാജ വചനം അബ്രവീത്. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, ദൃഷ്ട്വാദോ പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ സൈന്യത്തെ ദൃഷ്ടാതു നോക്കിക്കണ്ടതിനു ശേഷം, വ്യൂഢം, ആ വ്യൂഢം വ്യൂഢം സൈന്യത്തിന്റെ ക്രമീകരണം കണ്ടുകൊണ്ട് ആചാര്യന്റെ മുൻപിൽ ചെന്ന് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദുര്യോധനൻ വിഷമം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. താൻ ജയിക്കുമോ എന്നുള്ള ഭാവം. കാരണം അത്ര മഹത്തരമായാണ് പാണ്ഡവ സൈന്യം വ്യൂഢീകരിച്ചിരുന്നത്. പാണ്ഡവ സൈന്യം വളരെ ചെറുതായിരുന്നു. 7 അക്ഷൗണി മാത്രമായിരുന്നു പാണ്ഡവ സൈന്യം ഉണ്ടായിരുന്നത്. എന്നാൽ ദുര്യോധന മഹാരാജാവിന്റെ പക്ഷത്ത് 11 അക്ഷൗണി ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ദുര്യോധന മഹാരാജാവിന് യുദ്ധസന്നാഹങ്ങൾ കാണുന്ന സമയത്ത്, പാണ്ഡവരുടെ യുദ്ധം കാണുന്ന സമയത്ത് ഉള്ളിൽ പേടി തോന്നുകയും തന്റെ ആചാര്യനോട് ചെന്ന് പറയുകയുമാണ്. ദൃഷ്ടാതോ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ. ആചാര്യം ഉപസംഗമ്യ, ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട്, ആരാണ് ഗുരു? ദ്രോണാചാര്യർ. ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നുകൊണ്ട് ദുര്യോധനൻ പറയുകയാണ്, രാജാവചനമബ്രവീത്. രാജാ, ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറയുന്നത്? പശൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യേ ഏതാം പാണ്ഡുപുത്രാണാം, പശ്യേ കാണുക, പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ നോക്കൂ. ആചാര്യ മഹതീം ചമോം, എത്ര മഹത്തായ രീതിയിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആരാ സജ്ജീകരിച്ചിരിക്കുന്നത്? വ്യൂഢാം ദ്രുപദപുത്രേണ, ദ്രുപദ പുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുത്മനാണ് ഈ സൈന്യം സജ്ജീകരിച്ചിരിക്കുന്നത്. തവ ശിഷ്യേണ ധീമത, തവ ശിഷ്യേണ ധീമത, തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനാണ്, അതുപോലെ തന്നെ ബുദ്ധിമാനാണ്. വളരെ ബുദ്ധിമാനായ ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുത്മനൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഈ പാണ്ഡവരുടെ സൈന്യം ഒന്ന് നോക്കൂ ഗുരോ എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് പറയുകയാണ്. ദ്രോണാചാര്യരോട് ദുര്യോധനന്റെ ഉള്ളിലിരിക്കുന്ന വിഷമം എല്ലാം പുറത്തു വരുത്തുകയാണ്. ഇവരെ എല്ലാം പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണ്. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ ഭാഗത്തേക്ക് ദൃഷ്ടിദ്യുത്മനെ അങ്ങ് കൊണ്ടുവരാതിരുന്നത്? ഇനി അങ്ങയുടെ ശിഷ്യനാണ് എന്ന് കരുതി യുദ്ധം ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള മനോചാഞ്ചല്യങ്ങളും ഉണ്ടാകരുത്. അർജുനൻ അങ്ങയുടെ ശിഷ്യനാണ്, വില്ലാളി വീരനാണ്. ഇതൊന്നും അങ്ങയുടെ മനസ്സിൽ ഉണ്ടാകരുത്. അവയുടെ സൈന്യം നോക്കിക്കോളൂ, നമുക്ക് ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സൈന്യം കണ്ടതിന് ശേഷവും ദുര്യോധനൻ ആചാര്യന്റെ മുൻപിൽ ചെന്ന് പറയുന്നത്. പിന്നീട് ദുര്യോധനൻ പറയുകയാണ്, സൈന്യത്തെ നോക്കൂ, ആരെല്ലാമാണ് അവിടെ നിൽക്കുന്നതെന്ന് അങ്ങൊന്ന് നോക്കിക്കോളൂ. അവിടെ അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അവിടെ ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനനുണ്ട്. അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച, വിരാടനുണ്ട്. ദ്രുപദശ്ച മഹാരഥഃ, ദ്രുപദനെ പോലുള്ള മഹാരഥന്മാരുണ്ട്. അനേകം ആനകളുടെ ശക്തിയുള്ള, അനേകം ആനകളുടെ സൈന്യത്തോട് പോരാടാൻ തയ്യാറുള്ള യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ പോലുള്ള മഹാന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഭീമനും അർജുനനും മാത്രമല്ല അവിടെ ഉള്ളത്, അവരെപ്പോലെ തന്നെ ശക്തിമാന്മാരായ ആളുകൾ അവിടെ ഉണ്ട്. അങ്ങൊന്ന് നോക്കിക്കോളൂ. അതിനെ നയിക്കുന്നത് ദൃഷ്ടദ്യുത്മനാണ്, അവനാണ് ഈ സൈന്യത്തെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ദുര്യോധനൻ. വേറെ ആരെല്ലാമാണ് അവിടെ ഉള്ളത്? ദൃഷ്ടകേതോ ചേകിദാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. നരപുംഗവ, നരന്മാരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൃഷ്ടകേതു ഉണ്ട്. ദൃഷ്ടകേതോ ചേകിദാന, ചേകിദാനനുണ്ട്. കാശിരാജശ്ച വീര്യവാൻ, കാശിരാജാവിനെ പോലുള്ള വീരന്മാരുണ്ട്. പുരുജിത്തുണ്ട്,
കുന്തിഭോജനുണ്ട്, ശൈബ്യനുണ്ട്,